കാലിക്കറ്റ് സർവകലാശാല കലോത്സവം സർവകലാശാല യൂണിയൻ നടത്തുന്ന സർവകലാശാല ഈ കലോത്സവത്തിൻ്റെ സോൺ കലോത്സവങ്ങളൊക്കെ ഇങ്ങനെ കലാപകലുഷിതമായി പോകുമ്പോൾ ഇതൊക്കെ അരങ്ങേറുന്ന ഈ കാലം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിന അനുസ്മരണ കാലം കൂടിയാണ് എന്നതുകൂടിയുണ്ട്. ഇന്നലെ ആ ഒരു നിലയിലാണ് കടന്നുപോയത്. പക്ഷേ അത്തരമൊരു ഘട്ടത്തിലാണ്, നാളിലാണ് KSU നേതാക്കൾ ഇങ്ങനെ ക്രിമിനൽ കേസുകളിൽ ഈ ആളെ തല്ലി കൊല്ലുന്ന നിലയിലേക്ക് പ്രവർത്തിക്കുന്ന അത്തരം വധശ്രമ കേസുകളിലൊക്കെ പ്രതിയായി നിൽക്കുന്ന. അപ്പോൾ ഈ രക്തസാക്ഷി ദിനത്തിൽ രാജ്യമെമ്പാടും നാടെങ്ങും അനുസ്മരണ സമ്മേളനവുമായിട്ടാണ് DYFI ഉണ്ടായിരുന്നത് എന്നതുകൂടി സാന്ദർഭികമായി പറയട്ടെ. സംസ്ഥാനത്ത് 2500 കേന്ദ്രങ്ങളിലാണ് ഗാന്ധി അനുസ്മരണ സമ്മേളനം DYFI സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ സ്റ്റാൻഡ് ഫോർ സെക്കുലർ ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFI അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ഘാതകരെ ആവേശപ്പെടുത്തിയിട്ടുള്ള ലോകത്തിലെ ഭരണാധികാരികളിൽ ഒരാളാണ് ഹിറ്റ്ലർ, മറ്റൊരാളാണ് മുസോളിനി. ആ മുസോളിനിയുടെ ഹിറ്റ്ലറിൻ്റെ അനുഭവം എന്താണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് ഗാന്ധിയെ കൊന്ന് മതസ്വത്വവാദ ആശയം മുന്നോട്ട് വെച്ച് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി താൽക്കാലികമായ രാഷ്ട്രീയ അധികാരം കയ്യേറിയിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനം എല്ലാ കാലത്തും ഇന്ത്യ ഭരിച്ച് മുന്നോട്ട് പോകും എന്നൊന്നും ആരും കരുതേണ്ടതില്ല. അവർക്കെല്ലാം ജനങ്ങളുടെ പ്രതിരോധത്തിന് മുന്നിൽ, ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സംസ്ഥാനത്ത് 2500 കേന്ദ്രങ്ങളിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനത്തിൽ DYFI അഖിലേന്ത്യാ നേതാക്കളടക്കം നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകരാണ് പരിപാടിയിൽ അണിനിരന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.